ഒരു കുഞ്ഞു നോട്ടം മതി ആതിര നിങ്ങളുടെ മുഖം ക്യാൻവാസിലാക്കും. സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, ഗായകർ തുടങ്ങി തന്റെ വരകളുടെ വലിയൊരു ശേഖരം ശ്രീകൃഷ്ണപുരത്തുകാരിയായ ആതിരയുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അരുൺകുമാർ മോഹനവാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ചേരിക്കാട് ശ്രീവത്സം വീട്ടിൽ വത്സലന്റെയും സത്യശ്രീയുടെയും മകളാണ് ആതിര സി വത്സലൻ. ശ്രീകൃഷ്ണപുരം VTB കോളേജിലെ അവസാന സെമസ്റ്റർ BBA വിദ്യാർത്ഥിനിയാണ്. കുട്ടിക്കാലം മുതലേ പാട്ടിനോടും ചിത്രകലയോടും ഇഷ്ടമുണ്ടായിരുന്നു. അമ്മയിൽ നിന്നാണ് ഈ കഴിവുകൾ കിട്ടിയതെന്ന് ആതിര പറയുന്നു. ഞാനങ്ങനെ ഒരുപാട് പഠിക്കാനൊന്നും പോയിട്ടില്ല. അമ്മയാണ് ഗുരു. അമ്മ പാടും, പടം വരയ്ക്കും. അപ്പം എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ പാട്ടും അതെ, പടം വരെ അതെ, ചെറിയ രീതിയിലൊക്കെ അങ്ങനെ തുടങ്ങിയതാണ്. അമ്മയാണ് അതിന് മെയിൻ കാരണം. കുട്ടിക്കാലത്ത് കാർട്ടൂൺ കഥാപാത്രങ്ങളെയും പ്രകൃതി ദൃശ്യങ്ങളെയും തന്നെയാണ് ക്യാൻവാസിൽ പകർത്തിയിരുന്നത്. അതിനുശേഷം ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് പെൻസിൽ ഡ്രോയിങ്ങിലും 10ാം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ഛായാചിത്രങ്ങൾ വരയ്ക്കുന്നതിലേക്ക് കടന്നു. തുടർന്നാണ് ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ വരച്ചു തുടങ്ങിയതെന്ന് ആതിര പറയുന്നു. ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ക്രയോൺസ് വെച്ചിട്ടും പെൻസിൽസ് വെച്ചിട്ടും അങ്ങനെ വരച്ചിരുന്നു. 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് ബാഹുബലിയുടെ ഒരു പടം പെൻസിൽ ഡ്രോയിങ് ആയിട്ട് വരച്ചു. അങ്ങനെയാണ് പെൻസിൽ ഡ്രോയിങ്ങിലേക്ക് എത്തിയത്. പിന്നെ എനിക്ക് പെൻസിൽ പോർട്രേറ്റിലായി ഇൻട്രസ്റ്റ്. പെൻസിൽ പോർട്രേറ്റ് വരച്ചിട്ട് അങ്ങനെ കുറേ പേർക്ക് അങ്ങനെ വരയ്ക്കാൻ ഇഷ്ടപ്പെട്ടതോടുകൂടി അതിൽ ഫോക്കസ് ചെയ്തു തുടങ്ങി. പെൻസിൽ പോർട്രേറ്റാണ് ഇപ്പോൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പിന്നണി ഗായിക KS ചിത്ര, ഗായിക ജോത്സ്ന, സിനിമാ താരം ഭാമ, നവ്യ നായർ, VK ശ്രീകണ്ഠൻ MP, രത്തൻ ടാറ്റ എന്നിവരെയെല്ലാം വരച്ചതിന്റെ വലിയൊരു ശേഖരം ആതിരയുടെ കയ്യിലുണ്ട്. അതിൽ ചിത്രയ്ക്ക് നേരിട്ട് ചിത്രം കൊടുക്കാനായതാണ് ഏറ്റവും സന്തോഷം പകരുന്ന നിമിഷമെന്ന് ആതിര പറയുന്നു. ഞാൻ പടം വരയുടെ കൂടെ ചെറുതായിട്ട് പാട്ടും പാടും. അപ്പോൾ സ്കൂളിൽ പാട്ട് പാടുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സ്കൂളിൽ വന്നു. അപ്പോൾ അവർ എന്നെ അവരുടെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചു, എൻ്റെ സ്കൂളിലെ ഉഷ ടീച്ചർ വഴി. ആ ടീച്ചർ വഴി ഞാൻ ആ ഗ്രൂപ്പിൽ പോയി. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളതാണ് ബൽറാമേട്ടൻ, സ്റ്റാർ സിംഗർ ഫൈനലിസ്റ്റ് ആയിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പുള്ളി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ട് കാണാൻ. അന്ന് കാണാൻ പോയപ്പോൾ എന്തെങ്കിലും ചിത്രചേച്ചിക്ക് ഒരു ഡ്രോയിങ് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വരച്ചതാണ്. കൊടുക്കാൻ പറ്റില്ലെന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്തോ ഭാഗ്യവശാൽ അന്ന് കൊടുക്കാൻ പറ്റി. പുള്ളിക്കാരത്തേക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പാട്ടുപാടി കൂട്ടുകൂടാം കൂട്ടായ്മയിലൂടെ പാട്ടുപാടാനുള്ള ധാരാളം അവസരങ്ങളും ചിത്ര ഉൾപ്പെടെയുള്ളവരെ പരിചയപ്പെടാനുള്ള അവസരവും ചിത്രം നേരിട്ട് നൽകാനുള്ള ഭാഗ്യം ലഭിച്ചതായും ആതിര പറഞ്ഞു. തുടങ്ങിയത് പാട്ടിലൂടെയാണ്. പിന്നെ ഇങ്ങനെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ ഓരോരുത്തർക്ക് ചിത്രങ്ങൾ വരച്ചു കൊടുത്തു. പാലക്കാടുള്ള പാട്ടുപാടി കൂട്ടുകൂടാന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ സത്യൻ സാറാണ് ഇങ്ങനെ ചിത്രചേച്ചിക്ക് ഒരു പടം കൊടുക്കാൻ ഒരു അവസരം തന്നത്. ആ ഗ്രൂപ്പാണ് മെയിൻലി മാസത്തിൽ ഒരു തവണ മീറ്റ് ചെയ്യലുണ്ട് ഞങ്ങൾ. ആ ഗ്രൂപ്പ് വഴിയാണ് ഇങ്ങനെ ഓരോ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്. നടി ഭാമയ്ക്കും VK ശ്രീകണ്ഠൻ MPക്കും നേരിട്ട് അവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാട്ടിലും ചിത്രകലയിലും ഇനിയും ഉയരങ്ങളിൽ എത്തണം എന്നു തന്നെയാണ് ആഗ്രഹം. ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുഞ്ഞുനാൾ മുതൽ വരയ്ക്കുകയൊക്കെ ചെയ്യും. അത് കണ്ടിട്ടാണ് ഇവള് വരയ്ക്കാനുള്ളൊരു ഇത് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരച്ചിപ്പോൾ പോർട്രേറ്റൊക്കെ വരച്ച് തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ചായ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പറയും, അത് ശരിയായിട്ടില്ല, ഒരു ചെറിയ ഭാഗത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണുള്ളത് കറക്റ്റ് ചെയ്യും. അപ്പോൾ അല്ലാതെ ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിനെ സംബന്ധിച്ച് എനിക്കൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഷെയ്ഡിങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ആ പോർട്രേറ്റിൻ്റെ ചായ നോക്കുമ്പോൾ അത് എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ശാസ്ത്രീയമായി ഒന്നും ചിത്രകല പഠിച്ചിട്ടില്ല. പാട്ടിലും ചിത്രം വരയിലും വരുത്തുന്ന തെറ്റുകൾ അമ്മ പറഞ്ഞു തരും, താൻ തിരുത്തുമെന്നും ആതിര പറഞ്ഞു. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും വീണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയില്ലേ, ഇന്നെഞ്ചിലോറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. CCN കടമ്പഴിപ്പുറം.